എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ കുട്ടികളെ എണ്ണ തേപ്പിച്ച് കുളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കർക്കിടക മാസമാണ്, നല്ല മഴയാണ്, കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ പനിയും ജലദോഷവും ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ കൃത്യമായ രീതിയിൽ നമ്മൾ എണ്ണ തേച്ച് കുട്ടികളെ കുളിപ്പിക്കുന്നതിലൂടെ നമുക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും അവരുടെ ഇമ്മ്യൂണിറ്റി 50% കൂട്ടാനും നമുക്ക് സാധിക്കും. എന്നാൽ നമ്മൾ വരുത്തുന്ന ചെറിയ തെറ്റുകളിലൂടെ ഈ കാര്യങ്ങൾ നേരെ തിരിച്ചാകാനും മതി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എപ്പോഴൊക്കെയാണ് കുട്ടികൾക്ക് കൃത്യമായിട്ട് എണ്ണ തേച്ച് കുളിപ്പിക്കേണ്ടത് ഈ കർക്കിടക മാസത്തിലെന്നും അതിന് പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങളും അത് എങ്ങനെ ചെയ്യണമെന്നും എന്തുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ നമ്മൾ കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻസ് നൽകണം എന്നുള്ളതിന് കാരണം, ഈ കർക്കിടക മാസത്തിൽ കുട്ടികളുടെ ദഹന പ്രക്രിയയും അവരുടെ ഇമ്മ്യൂണിറ്റിയും ഒക്കെ വളരെ കുറഞ്ഞിരിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അപ്പൊ ഇത്തരത്തിൽ കൃത്യമായി കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് അത്തരത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. കൃത്യമായുള്ള എണ്ണ തേച്ചുള്ള കുളി, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ എണ്ണ തേച്ചുള്ള കുളി കുട്ടികൾക്ക് ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ഒരു പിഴവ് മതി നമ്മുടെ കുട്ടികൾക്ക് മറ്റു പല ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായി ഡിസ്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക. അവസാനമായി നമുക്ക് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എക്സ്ട്രാ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ആയുർവേദ വിധി പ്രകാരം കർക്കിടകം എന്നത് വിസർഗകാലത്തിന്റെ തുടക്കമാണ്. അതായത് ഈ ഒരു കാലാവസ്ഥയിൽ വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് അസുഖങ്ങൾ ബാധിക്കാനും വളരെ പെട്ടെന്ന് അണുബാധ ഉണ്ടാക്കാനും അവരുടെ ദഹന പ്രക്രിയകൾ വളരെ സ്ലോ ഡൗൺ ആവാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അവരുടെ കാര്യങ്ങൾ കൃത്യമായി ഈ ഒരു കർക്കിടക മാസത്തിൽ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സുകൾ കുട്ടികൾക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് നമുക്കിതൊരു എക്സാമ്പിളിലൂടെ പറയാം അല്ലേ. ഒരു തുരുമ്പ് പിടിച്ചൊരു പൂട്ട്, ഈ തുരുമ്പ് പിടിച്ചൊരു പൂട്ടിൽ നിങ്ങൾ താക്കോല് കൊണ്ട് തുറക്കാൻ ശ്രമിക്കുന്നു, ഇത് തുറന്നു വരുമോ? ഇല്ല. അതേസമയം നിങ്ങൾ എണ്ണയൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കുന്ന ഒരു പൂട്ടിലാണ് നിങ്ങൾ താക്കോൽ ഉപയോഗിച്ച് തുറക്കുന്നതെങ്കിലോ തീർച്ചയായിട്ടും നമുക്ക് തുറക്കാൻ കഴിയും. അതുപോലെ തന്നെ നല്ല എണ്ണ തേപ്പിച്ച് കുട്ടികളെ കുളിപ്പിച്ച് നല്ല മസാജ് ഒക്കെ ചെയ്ത് നമ്മൾ ചെയ്യുന്നത്, വളരെ ചെറിയ കുട്ടികൾ മുതൽ നമുക്കിത് ചെയ്യാവുന്നതാണ് അല്ലേ. കുട്ടികൾ ജനിച്ച് അവരുടെ ആ ഒരു പൊക്കിൾ കൊടി വീണ സമയം മുതൽ നമുക്ക് അവരെ കുളിപ്പിക്കാവുന്നതാണ്. അപ്പോൾ മുതൽ നല്ല രീതിയിലുള്ളൊരു മസാജ് ബാത്ത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ ശരീരത്തിൽ രക്തഊട്ടം കൂട്ടുകയും അവരുടെ ചർമ്മം സംരക്ഷിക്കാൻ കഴിയുകയും മറ്റ് അണുബാധകളോ ഇൻഫെക്ഷനുകളോ ഒക്കെ ഉള്ളത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ നിന്ന് മാറ്റിയെടുക്കാനും നമുക്ക് കഴിയും അല്ലെ. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞൊരു എക്സാമ്പിൾ, നല്ല ചെളി പിടിച്ചിരിക്കുന്ന ഒരു പൂട്ടാണെങ്കിലോ അത് നന്നായിട്ട് തുറക്കുകയില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്ന് ആലോചിച്ചാൽ മതി. എണ്ണ തേപ്പിച്ചുള്ള കുളി കാരണം കുട്ടികൾക്ക് ബെനിഫിറ്റ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇത് കൃത്യമായി ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയുക എന്നുള്ളത്. കർക്കിടക മാസത്തിൽ കുഞ്ഞുങ്ങളെ എണ്ണ തേപ്പിച്ച് കുളിക്കുമ്പോൾ കൃത്യമായ ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഈ ഒരു സമയം തിരഞ്ഞെടുക്കേണ്ടത് രാവിലെ ഒരു 9 മണി മുതൽ ഒരു 11 മണി വരെയുള്ള ഒരു സമയമായിരിക്കും ഏറ്റവും അനുയോജ്യം. കാരണം ആ ഒരു സമയത്ത് സൂര്യൻ ഉദിച്ച് അത്യാവശ്യം സൂര്യപ്രകാശവും വെയിലും ഒക്കെ ഉണ്ടായി വരുന്ന ഒരു ടൈമാണ് അല്ലേ. അപ്പോൾ അതിന് മുന്നായാലും അതിന് ശേഷമായാലും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പൊ രാവിലെ ഒരു 9 മണി മുതൽ 11 മണി വരെയുള്ള ഒരു സമയത്തിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുക. ഈ ഒരു സമയം കൃത്യമായി പാലിക്കുക. എല്ലാ ദിവസവും ഈ ഒരു സമയത്ത് തന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നല്ല പ്യൂർ ആയിട്ടുള്ള ഒരു വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നാൽപ്പാമരതി ഓയിലോ അല്ലെങ്കിൽ ലക്ഷാതി വെളിച്ചെണ്ണയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുട്ടികളെ കുളിപ്പിക്കാവുന്നതാണ്. ഇതിൽ എന്റെ സജഷൻ പറയാനാണെങ്കിൽ നന്നായിട്ടുള്ള ഒരു പ്യൂർ വെളിച്ചെണ്ണ, പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ തന്നെ കാച്ചിയെടുക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, തേങ്ങാപ്പാൽ കുറുക്കി നമ്മൾ കാച്ചിയെടുക്കുന്ന ഒരു വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ എന്ന് പറയും. നമുക്ക് ഒരുപാട് ബ്രാൻഡുകളുടെ വാങ്ങാനും അവൈലബിൾ ആണ്. എന്നാലും നമ്മൾ തേങ്ങാപ്പാലിൽ ഒരുക്കി കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ലേ, അപ്പൊ വളരെ കുറച്ച് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം അതിൽ യാതൊരുവിധ മായമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇംപ്യൂരിറ്റീസോ ഒന്നും അടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ അത്തരത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിൽ ഈ ഒരു വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു രോഗങ്ങൾ പോലും അവർക്ക് ഉണ്ടാവില്ല ഈ ഒരു വെന്ത വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ. അത് മാത്രമല്ല, നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ചെറിയതായിട്ടൊന്ന് കുട്ടികളൊന്ന് അത് ചൂടാക്കിയിട്ട് ചെറിയൊരു ചൂടോടുകൂടി കുഞ്ഞുങ്ങളുടെ ദേഹത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 10-15 മിനിറ്റ്, അതിൽ കൂടുതൽ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കരുത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ. കൂടുതൽ നേരം ഇത് വെക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ തണുപ്പ് ഉണ്ടാവുകയും അവർക്ക് പെട്ടെന്ന് തന്നെ ജലദോഷം അതുമായിട്ട് റിലേറ്റ് ചെയ്ത അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അത് കൃത്യമായി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇവരെ കുളിപ്പിക്കുന്ന വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് ഇളം ചൂട് വെള്ളമാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ നല്ലത്. ഇത് ഞാൻ പറയുന്നത് ചെറിയ കുട്ടിക്ക് മാത്രമല്ല, 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും നമുക്ക് ഈ ഒരു കാര്യം തന്നെ ഉപയോഗിക്കാം. അതിന് മേലുള്ള കുഞ്ഞുങ്ങൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടിട്ട് യാതൊരു തെറ്റുമില്ല. അപ്പോൾ 5 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു ഇളം ചൂട് വെള്ളത്തിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാം. ഇളം ചൂട് വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലേ. നമ്മുടെ കൈപ്പത്തി വെച്ചിട്ട് ഒരിക്കലും വെള്ളത്തിന്റെ ചൂട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യരുത്. കാരണം നമുക്കത് ചൂട് കുറവാണെന്നേ തോന്നത്തുള്ളൂ. കാരണം നമ്മുടെ കൈപ്പത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻസ് അവിടെ വളരെ ഹാർഡായിരിക്കും. അപ്പൊ നമുക്ക് അത്രയും ചൂട് നമ്മുടെ കയ്യിൽ അനുഭവിക്കില്ല. പക്ഷെ കുഞ്ഞുങ്ങളുടെ ചർമ്മം എന്ന് പറയുന്നത് വളരെ നേർത്തതാണ് അല്ലേ. അപ്പോൾ നമുക്ക് തോന്നാം ഇത് ഓക്കെയാണ്. നിങ്ങൾക്ക് ഒരു തെർമോമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തെർമോമീറ്റർ കൊണ്ടിട്ട് ഒരു ഇളം ചൂട് നിങ്ങൾ കൃത്യമായിട്ട് അതിലെ മെഷർമെന്റ് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗം വെള്ളത്തിൽ ഒന്ന് മുക്കി നോക്കുക. ഇവിടെ നമുക്ക് അധികം ചൂട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ആ വെള്ളം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ തലയിൽ ഒഴിക്കുന്ന വെള്ളവും ശരീരത്തിൽ ഒഴിക്കുന്ന വെള്ളത്തിനും ഒരേ ചൂട് തന്നെ ആയിരിക്കണം. ചിലർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, തലയിൽ കുറച്ച് വെള്ളം ചൂട് വളരെ കുറച്ചിട്ടും ദേഹത്ത് വെള്ളം ചൂട് കുറച്ച് കൂട്ടിയും ഒക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. തലയിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എത്ര ഡിഗ്രി ആണോ അല്ലെങ്കിൽ എത്ര ചൂടാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതേ ഇളം ചൂട് തന്നെയാണ് ശരീരത്തിലേക്കും കുട്ടികൾക്ക് ഒഴിച്ച് കുളിപ്പിക്കേണ്ടത്. അതുപോലെ അമിതമായ ചൂട് കാരണം കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ ഈർപ്പം നഷ്ടപ്പെടാം. നമ്മൾ വിചാരിക്കും അധികം ചൂടല്ലേ, അത് കുഴപ്പമില്ലല്ലോ എന്നുള്ളതൊക്കെ തോന്നാം. പക്ഷെ കുട്ടികളുടെ ചർമ്മത്തിലെ ഈർപ്പം നഷ്ടപ്പെടാൻ ഈ അധിക ചൂട് കാരണമാകും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോപ്പ്, ഈ കർക്കിടക മാസത്തിലെങ്കിലും നിങ്ങൾ സോപ്പുകൾ ഉപയോഗിക്കാതെ നിങ്ങൾ കുറച്ച് പയറുപൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഒക്കെ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുക. ഇത്തരത്തിൽ കുളിപ്പിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ ചർമ്മത്തിലുള്ള അധികമായിട്ടുള്ള എണ്ണമയം പോവുകയും പക്ഷെ എന്നാൽ കുട്ടികളുടെ ശരീരത്തിൽ നല്ലൊരു ഈർപ്പം നിലനിർത്തുകയും ചെയ്യും. പക്ഷെ ഈ ഈർപ്പം അധികമായാലും പ്രശ്നമാണ്. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ പയറുപൊടിയൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കുറച്ച് ഹാർഡാണല്ലേ. അപ്പൊ അതുകൊണ്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ സമയം നിങ്ങൾ അതൊന്ന് നന്നായി പൊടിച്ചൊരു ഫൈൻ പൗഡർ ആക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതും കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഹാർഡായിട്ട് ഉരയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. അവർ എണ്ണമയം പോകാനുള്ള രീതിയിൽ മാത്രമാണ് നിങ്ങൾ അത് ചെയ്യേണ്ടത്. ഒരുപാടിട്ട് ഉരയ്ക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പോറൽ വീഴാനും മറ്റ് ഇൻഫെക്ഷൻസ് വരാനും ഒക്കെ ചാൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ ഉണ്ടാവാനും ഒക്കെയുള്ള ചാൻസസ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇത്തരത്തിൽ വളരെ ഫൈൻ ആയിട്ടുള്ള പയറുപൊടി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകി കളയുക മാത്രം ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് പറയാനുള്ളത്, നന്നായി കുട്ടിയുടെ ശരീരം തുടച്ച് അവരെ ഈർപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ, പ്രത്യേകിച്ച് അവരുടെ സ്കിന്നിന്റെ ഫോൾഡുകളിൽ, അവരുടെ കക്ഷം, അതുപോലെ തന്നെ തൊടയുടെ ഇടക്ക്, പിന്നെ കഴുത്തിന്റെ ഭാഗം, ചെവിയുടെ പുറകെ ഒക്കെ വൃത്തിയായിട്ട് തുടച്ച് തന്നെ സൂക്ഷിക്കുക. ഈ ഭാഗങ്ങളിലാണ് കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളത്. ഇനി പറയാനാണെങ്കിൽ നമ്മൾ എപ്പോഴൊക്കെയാണ് ഇത് ചെയ്യരുത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയുമെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് പല രോഗങ്ങൾ ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും, ചിലപ്പോൾ ഈ മഴയൊക്കെ കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും പനിയോ കഫക്കെട്ടോ ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ദയവ് ചെയ്ത് കുട്ടികളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കരുത്. കാരണം എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുക, നിങ്ങളത് ഏത് എണ്ണ ഉപയോഗിച്ചാലും എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുമ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ ഒരു തണുപ്പ് ഫീൽ ആവുകയും ഈ ഈർപ്പം അവർക്ക് കൂടുതലായിട്ട് നിന്നിട്ട് പനി, ചുമ, കഫക്കെട്ട് പോലെയുള്ള രോഗങ്ങൾ കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എണ്ണ തേച്ച് കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുഞ്ഞിന് കഫക്കെട്ടോ പനിയോ ജലദോഷമോ ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. അങ്ങനെ എന്തെങ്കിലും അസുഖം കുഞ്ഞിനുണ്ടെങ്കിൽ ആ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറിയതിനു ശേഷം ഒരു 3 ദിവസത്തിന് ശേഷം നിങ്ങൾ കുട്ടികളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാവുന്നതാണ്. അത് അങ്ങനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുമ്പോൾ ആദ്യം തലയിൽ തേക്കാതെ ദേഹത്ത് 2 ദിവസം ദേഹത്ത് മാത്രം എണ്ണ തേച്ച് അവരെ കുളിപ്പിച്ചതിന് ശേഷം പതിയെ ഒന്ന് തലയിലും തേച്ചിട്ട് അടുത്ത ദിവസങ്ങൾ മുതൽ തലയിലും കൂടെ തേച്ച് അവരെ കുളിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഇവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. കർക്കിടകമാണ്, മഴയാണ്, നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വലിയവർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷെ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള ചാൻസ് വളരെ കൂടുതലായത് കൊണ്ടിട്ട് അവരുടെ ആരോഗ്യം കൃത്യമായി ശ്രദ്ധിക്കുക.
അപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ, ഇത്തരത്തിലൊന്ന് കുട്ടികളെ എന്തൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും കുട്ടികളുടെ ശരീരത്തിലൊക്കെ ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വന്ന് കമൻറ്റ് ചെയ്യണം. ഇന്ന് തന്നെ നിങ്ങൾ കുഞ്ഞിനെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണെന്നും ഏത് സമയത്താണ് നിങ്ങൾ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതെന്നും ഉള്ള കാര്യങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഈ ഒരു കർക്കിടക മാസം മുഴുവനായി ഒന്ന് പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ കുഞ്ഞിന്റെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനും അവർക്ക് മറ്റു രോഗങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി വിശ്വസിക്കുന്നു. ഇതുപോലെ കുഞ്ഞുങ്ങളുള്ള മറ്റമ്മമാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവരും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തട്ടെ.